നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് പലരും കൃഷിയിൽ നിന്ന് പിന്തിരിയുമ്പോൾ പുതിയ തരം കാർഷിക പരീക്ഷണങ്ങൾ നടത്തുന്ന ഷാജു മുളവനെ എന്ന കർഷകൻ കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുകയാണ്. അമേരിക്കയിലെ പ്രവാസ ജീവിതം മതിയാക്കി മണ്ണിൽ പൊന്നു വിളയിക്കാനെത്തിയ ഷാജു മുളവന മഞ്ചേശ്വരം മൊർത്തണ പാവൂരിൽ 43 ഏക്കർ സ്ഥലത്താണ് പുതിയൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കമിട്ടത്. കണ്ണൂർ ആലക്കോട് സ്വദേശിയായ ഷാജു കർണാടക ബെൽത്തങ്ങാടിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയാണ് കൃഷി തുടങ്ങിയത്. വർഷങ്ങളോളം അവിടെ കൃഷിയുമായി ജീവിച്ച അദ്ദേഹം 40 ഏക്കർ വാങ്ങി കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു. ഇവിടെ അപൂർവമായി കാണുന്ന പഴവർഗ്ഗങ്ങൾ വരെയുണ്ട്. റബ്ബറും റംബുട്ടാനും പപ്പായയുമാണ് പ്രധാന ഇനങ്ങൾ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന തരത്തിലാണ് ഷാജുവിന്റെ തോട്ടത്തിലെ പഴവർഗ്ഗങ്ങൾ കായ്ച്ചു നിൽക്കുന്നത്. 4 ഏക്കറിൽ 2.5 അടിയോളം ഉയരത്തിലുള്ള പപ്പായച്ചെടിയിൽ ഇടതൂർന്ന് പപ്പായ കായ്ച്ചു നിൽക്കുന്നതാണ് ഏറെ കൗതുകം. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് ഇത്. 16 ഏക്കറിൽ റംബുട്ടാനും കൂടാതെ മിൽക്ക് ഫ്രൂട്ടും നോണി ഫ്രൂട്ടും കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഷാജു മുളവന. ഞാൻ കണ്ണൂർ ആലക്കോട് സ്വദേശിയായിരുന്നു. അവിടുന്ന് കർണാടകയിൽ കഴിഞ്ഞ ഒരു 33 വർഷമായിട്ട് അവിടെയായിരുന്നു. അവിടുന്ന് ഇവിടേക്ക് സ്ഥലം മേടിച്ചിട്ട് ഒരു 15 വർഷമായി. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യം റബ്ബറാണ് ഫുള്ളായിട്ട് കൃഷി ചെയ്തത്. റബ്ബറിൽ വെട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ വിലക്കുറവും പിന്നെ കൂലി വർധനവുമൊക്കെ ആയിട്ട് അത് വർക്കൗട്ടാകാത്തതുകൊണ്ട് ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു 10 ഏക്കർ റബ്ബർ കട്ട് ചെയ്തിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തു. അതിൻ്റെ കൂടെ പപ്പായും കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പായി നോക്കിയപ്പം നല്ല ആദായകരമാണ്. ഇവിടെ നല്ലപോലെ പപ്പായി നല്ലപോലെ പിടിക്കുന്നുണ്ട്. വേറെ കേടുകളൊന്നുമില്ല. ഇതൊന്നൊരു തൈ നിന്ന് ശരാശരി നമുക്ക് ഒരു 1.5 ക്വിൻ്റൽ 2 ക്വിൻ്റൽ കിട്ടുമെന്നാണ് പുറത്തുനിന്ന് എനിക്ക് ആദ്യം കിട്ടിയ വിവരം. പക്ഷേ അത് വെച്ച് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് പിടിച്ച് തന്നെ കിടക്കുന്ന തന്നെ ഒരു 1.5 ക്വിൻ്റലോളം ഉണ്ട്. എനിക്ക് ആഴ്ചയിൽ ഇതിന് വിളവെടുക്കാൻ കഴിയും. ഒരു തയ്യിൽ നിന്ന് ഒരു 10 കിലോ താഴെ ആഴ്ചയിൽ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ എനിക്കൊരു റംബൂട്ടാൻ കൃഷിയിലേക്ക് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 3 ഏക്കർ ഞാൻ പരീക്ഷണാർത്ഥം മേടിച്ചിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അത് ഫുള്ള് സക്സസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഉദ്ദേശയിലും നല്ല മെച്ചപ്പെട്ട ആദായം ലഭിച്ചതിനാലാണ് ഞാൻ ഈ റബ്ബർ കട്ട് ചെയ്തിട്ട് വീണ്ടും റംബൂട്ടാൻ കൃഷിയിലേക്ക് വന്നതും പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കൃഷി, ഇത് പപ്പായ അതുപോലെയുള്ള ഇടവിള കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഏതൊക്കെ കൃഷിയാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഉള്ളത് റംബൂട്ടാനുണ്ട്, പിന്നെ നോനിയുണ്ട്, ബട്ടർ ഫ്രൂട്ടുണ്ട്, ദുരിയാനുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ കൃഷി. ഇത് വ്യാപിപ്പിക്കാനാണോ തീരുമാനം? ഇനിയും ബാക്കി ഞാൻ റബ്ബർ കട്ട് ചെയ്തുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഫ്രൂട്ട്സിലേക്ക് മാറുകയാണ്, തിരികെയാണ്. പിന്നെ ഞങ്ങൾക്കും പണ്ട് പോലെ സ്ഥലങ്ങളായിരുന്നു ഫാമിലിയായിട്ട് ഫാദറിൻ്റെ മുമ്പ് തൊട്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഇവിടെ വീട് വെച്ച് താമസിക്കാനും ഇവിടെ കൃഷിയായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ, അപ്പം കൃഷിയായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. നല്ല ആത്മവിശ്വാസമുണ്ട്. ഉണ്ട് മുന്നോട്ട് റബ്ബർ പുള്ളി പറഞ്ഞ പോലെ തന്നെ റബ്ബർ കട്ട് ചെയ്തിട്ട് മൊത്തം ഫ്രൂട്ട്സ് ആക്കാനും അപ്പം അതന്നെ അതിൽ നിന്നൊരു നല്ലൊരു വരുമാനം വരുമെന്ന്. മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. 100%. പിന്നെ നല്ല വെള്ളം, നല്ല അറ്റ്മോസ്ഫിയർ, പിന്നെ നല്ല ഈ ഫ്രൂട്ട്സും അതൊക്കെ ആകുമ്പോൾ മനസ്സിന് ഏറ്റവും നല്ല സന്തോഷം തന്നെയാണ്. നാട്ടുകാരുടെ ഭാഗത്തൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ആരെങ്കിലും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ കൂട്ടുകാർ ഫ്രണ്ട്സ് പിന്നെ ബന്ധുക്കളൊക്കെ അങ്ങനെ എല്ലാവർക്കും ഇത് ഭയങ്കര താല്പര്യമാണ് കൃഷി ചെയ്ത് കാണുമ്പോൾ. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. വിളവെടുത്ത പപ്പായ കേരളത്തിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമാണ് ആവശ്യക്കാരെങ്കിലും മൊത്തവിതരണക്കാർ തോട്ടത്തിലെത്തി നേരിട്ടും കൊണ്ടുപോകുന്നുണ്ട്. കൃഷിയിൽ ഒട്ടേറെ നൂതന ആശയങ്ങളുണ്ടെങ്കിലും സർക്കാരിന്റെയോ കൃഷിവകുപ്പിന്റെയോ പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് ഷാജുവിന്റെ പരാതി.